അങ്ങനെ അനാമികയാണെങ്കിലും പറയുമായിരിക്കും, വല്യമ്മ അന്ന് ഇവളുടെ അനീതി ഉണ്ടല്ലോ എന്നെ താഴെയിട്ട് ചവിട്ടി മെതിക്കുകയാണ് ചെയ്തത് എന്നിങ്ങനെ പറയുമ്പോൾ ദേവയാനിയാണെങ്കിലും മനസ്സിൽ വിചാരിക്കുകയായിരിക്കും, എനിക്ക് കരൾ തന്ന് എൻ്റെ മരുമകളെ പിടിച്ച് തള്ളിയ പിന്നെ അവളുടെ അനീതി പിന്നെ കൈയും കെട്ടി നോക്കി നിൽക്കണോ എന്നിങ്ങനെ പറയുമായിരിക്കും കേട്ടോ. അനാമികയെ പറ്റി മനസ്സിൽ ദേവയാനി ചെറിയ ചെറിയ താല്പര്യക്കുറവ് അനാമികയെടുത്ത് ദേവയാനിക്കും തോന്നി തുടങ്ങിയിട്ടുണ്ട്. എന്നിട്ട് പിന്നെ ഇനിയിപ്പോൾ ഏതായാലും വന്നതല്ലേ, ഇനിയിപ്പോൾ അകത്ത് കയറട്ടെ എന്നുള്ള രീതിക്ക് ദേവയാനി ആണെങ്കിലും പറഞ്ഞിട്ട് പറയുമായിരിക്കും, വേഗം ആദർശിൻ്റെ അടുത്ത് ചെല്ല്, അവനാണ് ഏറെ ആഗ്രഹിച്ചത് നീ ഇങ്ങോട്ട് വരണമെന്ന് എന്നൊക്കെ പറഞ്ഞിട്ട് പിന്നെ നയനയാണെങ്കിലും അകത്തേക്ക് കയറായിരിക്കും. അപ്പോൾ ആദർശാണെങ്കിലും ഇങ്ങനെ ഓരോ വർക്ക് ചെയ്തുകൊണ്ടിരിക്കുന്ന സമയത്ത് ഒരാൾ വന്നിട്ടുണ്ടേ എന്ന് പറഞ്ഞ് നയനയാണെങ്കിലും കയറി വരികയായിരിക്കും. അപ്പോൾ ആദർശാണെങ്കിലും നയനയെ കാണുമ്പോൾ ഒന്ന് അന്തം വിടുമായിരിക്കും. നയന നീ എന്താ ഇവിടെ, ആരാ നിന്നെ ഇങ്ങോട്ട് കൊണ്ടുവന്നേ എന്നൊക്കെ ഇങ്ങനെ പറയും. ആരാ, അച്ഛനാണോ, മുത്തശ്ശനോ മുത്തശ്ശിയാണോ? ഇവരാരുമല്ല, ആരാണോ എന്നെ ഇവിടെ വരുത്തരുതെന്ന് ആഗ്രഹിച്ചത് അവർ തന്നെയാണെന്ന് പറയുമ്പോൾ ആദർശാണെങ്കിൽ ചോദിക്കുകയായിരിക്കും, ആര്, അമ്മയോ? അതെ, അമ്മ തന്നെയാണ് എന്നെ വന്ന് കൊണ്ടുവന്നത് എന്ന് പറയുമ്പോൾ ആദർശാണെങ്കിലും ഒന്ന് അന്തം വിടുമായിരിക്കും. അതെങ്ങനെയാണ് നടന്നു, എനിക്ക് വിശ്വസിക്കാൻ പറ്റുന്നില്ലല്ലോ എന്നൊക്കെ പറയുമ്പോൾ നയനയാണെങ്കിലും പറയുമായിരിക്കും, എനിക്ക് ആദ്യം വിശ്വസിക്കാൻ കഴിഞ്ഞില്ല അമ്മ വരുമെന്ന്. പക്ഷേ അമ്മ ഒരു താല്പര്യമില്ലാതെയാണ് വിളിച്ചുകൊണ്ട് വന്നത്. ആദർശേട്ടനൊക്കെ ഒരുപാട് ഉറക്കമില്ലാതൊക്കെ നടക്കുകയായിരുന്നല്ലോ, അതൊക്കെ ഓർത്തിട്ടായിരിക്കും അമ്മ എന്നെ കൊണ്ടുവന്നത്. അമ്മയുടെ കുറേ വർത്തമാനമൊക്കെ കേട്ടപ്പോൾ എനിക്കിങ്ങോട്ട് വരണമെന്നേ ഉണ്ടായിരുന്നില്ല. പക്ഷേ എന്നെ എന്തായാലും വിളിക്കാൻ വന്നതല്ലേ നേരിട്ട്, അതുകൊണ്ടും ആദർശേട്ടൻ്റെയും മുത്തശ്ശൻ്റെയും മുത്തശ്ശിയുടെയൊക്കെ കാര്യം ആലോചിച്ചിട്ടാണ് ഞാനിങ്ങോട്ട് വന്നത് എന്നൊക്കെ പറയുമ്പോൾ ആദർശാണെങ്കിലും പറയും, ഇനി എന്തൊക്കെ സംഭവിച്ചാലും നീ ഇവിടെ നിന്ന് വിട്ടു പോവരുത്, എനിക്കത് സഹിക്കാൻ പറ്റില്ല എന്ന് പറയുമ്പോൾ നയനയാണെങ്കിലും ഇല്ല, ഞാനിനി എങ്ങോട്ടും എന്ത് സംഭവിച്ചാലും ഞാനും ഇനി പോവില്ല എന്ന് പറഞ്ഞ് രണ്ടുപേരും കൂടി കെട്ടിപ്പിടിച്ചുകൊണ്ട് ഇങ്ങനെ നിൽക്കുകയായിരിക്കും. ശേഷം നയനയാണെങ്കിലും പറയുമായിരിക്കും, എനിക്ക് വേറെയും കുറേ പേരെ കാണാനുണ്ട്, അവരെയൊക്കെ സർപ്രൈസ് ആക്കണം എന്ന് പറഞ്ഞിട്ട് മുത്തശ്ശനും മുത്തശ്ശി ഇങ്ങനെ സംസാരിച്ചുകൊണ്ടിരിക്കുന്ന സമയത്ത് നയന കയറി വരികയായിരിക്കും. മുത്തശ്ശനാണെങ്കിലും നയനയെ കാണുമ്പോൾ ഒന്ന് ഞെട്ടുമായിരിക്കും, സന്തോഷം ആവുന്നുണ്ടാവും. എന്നിട്ട് പിന്നെ നയനയാണെങ്കിലും പറയുന്നുണ്ട്, ഇനി ആരും ഒന്നും ടെൻഷൻ അടിക്കേണ്ട, മുത്തശ്ശൻ്റെ കാര്യമൊക്കെ ഞാൻ നോക്കിക്കോളാം. എന്നാൽ ആദർശേട്ടൻ മലയ്ക്ക് പോയി വരുന്ന സമയത്ത് മുത്തശ്ശൻ്റെ അസുഖം ഭേദാവുമെന്ന് വിചാരിച്ചു, പക്ഷേ അതിൽ മാത്രം എനിക്ക് നല്ല സങ്കടമുണ്ട്. എന്തായാലും അമ്മയ്ക്ക് എന്നെ വിളിക്കാൻ തോന്നി തന്നെ വലിയ സന്തോഷം എന്നൊക്കെ ഇങ്ങനെ പറയും. എന്നിട്ടാണെങ്കിലും പറയും, എന്നാലും ആരെ മോളെ കൊണ്ടുവന്ന് എന്ന് ചോദിക്കുമ്പോൾ നയനയാണെങ്കിലും പറയുമായിരിക്കും, അമ്മ തന്നെയാണ് എന്നെ ഇങ്ങോട്ട് കൊണ്ടുവന്നതെന്ന്. അപ്പോൾ മുത്തശ്ശനും ശരിക്കും ഒന്ന് ഷോക്കാവാണ്. ദേവയാനി കൊണ്ടുവന്നു എന്ന് പറയുമ്പോൾ അവർക്ക് ശരിക്കും ഒരു ഷോക്കാവാണ്. എന്നിട്ട് പിന്നെ മുത്തശ്ശിയാണെങ്കിലും പ്രത്യേകം പറയുന്നുണ്ടാവും, വന്ന ഉടനെ ഇനി അടുക്കളയിലൊന്നും കയറി ഒരു ജോലി എടുക്കരുത്, നിന്നെ ആരോഗ്യം നല്ലപോലെ ശ്രദ്ധിക്കേണ്ട സമയമാണ്, അറിയാലോ എന്നൊക്കെ പറയുമ്പോൾ നയനയാണെങ്കിലും പറയുന്നുണ്ട്, എനിക്കിപ്പോൾ ആരോഗ്യപരമായിട്ട് ഒരു പ്രശ്നവുമില്ല, ഇവിടെ ഇനിയിപ്പോൾ ഞാൻ വന്നപ്പോൾ തന്നെ എനിക്ക് മനസ്സിന് ഭയങ്കര സമാധാനമായി സന്തോഷമായി, ഇനി ഞാൻ എല്ലാ കാര്യങ്ങളും പഴയ പോലെ തന്നെ നോക്കിക്കോളാം, എനിക്കിപ്പോൾ ആരോഗ്യത്തിന് ഒരു കുഴപ്പമില്ല എന്നൊക്കെ ഇങ്ങനെ പറയുമായിരിക്കും. അപ്പോൾ മുത്തശ്ശിയാണെങ്കിലും എന്നാലും നല്ലപോലെ ശ്രദ്ധിക്കണം എന്നൊക്കെ ഇങ്ങനെ പറയുന്നുണ്ട്. എന്നിട്ട് നയന പറയുമായിരിക്കും, ഞാൻ എന്തായാലും ചേച്ചിയെ കൂടി പോയി കാണട്ടെ എന്ന് പറഞ്ഞ് അവരുടെ അടുത്തുനിന്ന് പോവുമായിരിക്കേ. പിന്നീട് ജലജ അബിയെടുത്ത് പോയിട്ട് പറയുമായിരിക്കും, ആ നയനെ ഏടത്തി വിളിച്ചുകൊണ്ട് വന്നിട്ടുണ്ട്, ഇനിയിപ്പോൾ എന്തൊക്കെയായിരിക്കുമോ പുകില്, അവൾ വരാൻ വേണ്ടി ഇവിടുത്തെ അച്ഛനും അമ്മയും ചെന്ന് കുറേ സ്വർണ്ണമൊക്കെ കൊടുത്തതായിരുന്നല്ലോ, അതുകൊണ്ടായിരിക്കും അവളിപ്പോൾ തിരിച്ചു വന്നത്, ഇനിയിപ്പോൾ അതാ ഏടത്തി തന്നെ വിളിച്ചുകൊണ്ട് വന്നിരിക്കുന്നു, ഇനിയിപ്പോൾ എന്തൊക്കെ പുകിലായിരിക്കും എന്തോ ഇവിടെ. ഇനി എന്തായാലും വേറൊരു രസം എന്തെന്ന് വെച്ചാൽ ഇവിടുത്തെ മരുമക്കൾ തമ്മിൽ വഴക്കുണ്ടാക്കുന്നത് കാണാം, നവ്യയും നയനയും ഒരു ഭാഗത്ത് അനാമിക ഒരു ഭാഗത്ത്, അതൊക്കെ കാണാൻ നല്ല രസമാണ്. ഈ സമയം അബിയാണെങ്കിലും പറഞ്ഞു കൊടുക്കുമായിരിക്കും, അനാമികയെ നല്ലപോലെ കുത്തിക്കൊടുക്കും ഓരോന്നൊക്കെ പറഞ്ഞിട്ട്, എന്നാൽ പിന്നെ തമ്മിൽ തല്ലി പിരിഞ്ഞു കഴിഞ്ഞാൽ പിന്നെ നമുക്ക് സന്തോഷമായിട്ട് ഇവിടെ ഇരിക്കാമല്ലോ, എല്ലാവരും പിരിഞ്ഞു പോട്ടെ ഇവിടുന്ന്, അപ്പം നമുക്ക് എന്തെങ്കിലും പൈസ കിട്ടാതിരിക്കില്ല എന്നൊക്കെ പറഞ്ഞ് ഇങ്ങനത്തെ സംസാരങ്ങളായിരിക്കും അബിയും അതുപോലെ തന്നെ ജലജയും. അത് കഴിഞ്ഞ് കാണിക്കുന്നത് ദേവയാനി ആണെങ്കിൽ ഇങ്ങനെ സന്തോഷത്തിൽ റൂമിൽ വന്നിങ്ങനെ ബെഡിലിരിക്കുകയായിരിക്കും കേട്ടോ, നയന വന്ന സന്തോഷത്തിൽ. എന്നിട്ട് പിന്നെ ആദർശാണെങ്കിൽ അമ്മയെന്ന് പറഞ്ഞു വരുന്ന സമയത്ത് ദേവയാനി ആ സന്തോഷമൊക്കെ മാറ്റി വെച്ചിട്ട് ഭയങ്കര സ്ട്രോങ് ആയിട്ട് അഭിനയിക്കുകയായിരിക്കും. എന്നിട്ട് പിന്നെ ആദർശിൻ്റെ അടുത്ത് ചോദിക്കുക, എന്താ വന്നേ, എന്താ കാര്യമെന്ന് ചോദിക്കുമ്പോൾ അമ്മ നയനയെ കൊണ്ടുവന്നല്ലേ, എനിക്ക് സന്തോഷമായി അമ്മ എന്നൊക്കെ പറയുമ്പോൾ ദേവയാനി ആണെങ്കിലും പറയും, ഇനിയിപ്പോൾ നിനക്ക് സമാധാനത്തിൽ ഉറങ്ങാമല്ലോ, നിങ്ങളുടെ എല്ലാവരുടെയും സന്തോഷത്തിന് വേണ്ടിയിട്ടാണ് ഞാൻ കൊണ്ടുവന്നത്, എനിക്ക് കൊണ്ടുവരാൻ താല്പര്യമൊന്നും ഉണ്ടായിരുന്നില്ല എന്നുള്ള രീതിക്കായിരിക്കും ദേവയാനാണെങ്കിലും സംസാരിക്കുന്നത്. അപ്പോൾ ആദർശാണെങ്കിലും പറയുന്നുണ്ട്, എനിക്ക് എന്തായാലും സന്തോഷമായി അമ്മ എന്നൊക്കെ ഇങ്ങനെ പറയും. എന്നിട്ട് ദേവയാനാണെങ്കിലും പറയും, പിന്നെ നീ പ്രത്യേകം പറഞ്ഞിട്ടുണ്ടായിരുന്നല്ലോ മുത്തശ്ശൻ്റെ ആയുസ് കൂട്ടാൻ വേണ്ടിയിട്ട് നയന വന്നു കഴിഞ്ഞാൽ അത് നടക്കും എന്നുള്ള കാര്യമൊക്കെ, അതുകൊണ്ടും കൂടിയാണ് ഞാൻ നയനയെ കൊണ്ടുവരാനായിട്ട് തീരുമാനിച്ചത്. അപ്പോൾ ആദർശാണെങ്കിലും പറയും, അമ്മ എന്താണ് ഒരു വാക്ക് പോലും പറയാതെ പോയത്, എന്നാൽ പിന്നെ ഞാൻ പറഞ്ഞതായിരുന്നെങ്കിൽ കൊണ്ടുവരുമായിരുന്നല്ലോ എന്ന് പറയുമ്പോൾ
ദേവേനെ ആണെങ്കിലും പറയുമായിരിക്കും, അല്ല ഞാനാണല്ലോ അവളെ ഇവിടുന്ന് മാറി നിൽക്കാനായിട്ട് പറഞ്ഞത്, അതുകൊണ്ട് തന്നെയാണ് ഞാൻ തന്നെ വിളിച്ചു കൊണ്ടുവരാം എന്ന് തീരുമാനിച്ചത് എന്നൊക്കെ ഇങ്ങനെ പറയേ. എന്നിട്ട് ആദർശാണെങ്കിലും അമ്മയുടെ കൈ പിടിച്ചിട്ട് നന്ദി പറയുന്ന രീതിക്ക് നല്ല സ്നേഹത്തോടെ ഇങ്ങനെ പറയുന്ന സമയത്ത് ദേവേനെ ആണെങ്കിലും മനസ്സിൽ സന്തോഷമായിരിക്കും. പക്ഷെ പുറത്ത് നല്ലപോലെ ആക്ട് ചെയ്തിട്ടായിരിക്കും ദേവേനെ ആണെങ്കിലും അങ്ങോട്ട് റിയാക്ട് ചെയ്യുന്നത്. എന്നിട്ട് ദേവേനയാണെങ്കിൽ മനസ്സിൽ പക്ഷെ വിചാരിക്കുന്നത് എനിക്ക് പിറക്കാതെ പോയ എൻ്റെ സ്വന്തം മോളെ പോലെ തന്നെയാണ് നയന എനിക്ക് എന്നുള്ള രീതിക്കായിരിക്കും ദേവേന പക്ഷെ മനസ്സിലിങ്ങനെ പറയുന്നതൊക്കെ. പക്ഷെ അത് പുറത്തോട്ട് പറയുന്ന ഒന്നും തന്നെ ഉണ്ടാവില്ല ദേവേനയാണെങ്കിലും. എന്നിട്ട് ദേവേനയാണെങ്കിൽ ആദർശിൻ്റെ അടുത്ത് പറയുമായിരിക്കും, ഇനി അവൾ എന്തെങ്കിലും തെറ്റ് ചെയ്തു എന്ന് വെച്ചാൽ ഞാൻ അവളെ ഉറപ്പായിട്ടും പുറത്താക്കിയെന്ന് പറയേ. അപ്പോൾ ആദർശമാണെങ്കിലും ഒന്നിങ്ങനെ അന്തം വിട്ട് ദേവേനയെ നോക്കുന്നതും കാണിച്ചുകൊണ്ടാണ് ഇന്നത്തെ വിശേഷങ്ങൾ അവസാനിക്കുന്നത്. താങ്ക് യു ഫോർ വാച്ചിങ്.